ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ക്വസ്റ്റ്യൻസ് ആണ്. SSLC-നകത്ത് സൗണ്ട് വേവ് എന്നുള്ള ചാപ്റ്ററിനകത്ത് 30 ക്വസ്റ്റ്യൻസ് ആട്ടോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ചോദ്യം ഇതായിരുന്നു: എന്താണ് SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ ആവൃത്തിയുടെ SI യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം ഹെഡ്സ് ആണ്. ഓക്കെ, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹെഡ്സ് ആണ് അതിന് ആൻസർ എന്ന് പറയുന്നത്. ഇതിന് അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഈ ആൻസർ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ ടൈപ്പ് ചെയ്യാനും കൂടി നോക്കുക കേട്ടോ. വാട്ട് ഈസ് ദ വേവ് ഇൻ ദ ഓക്കെ സോറി വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഈസ് സൗണ്ട് വേവ്. സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ ഏത് തരം എന്താണ് തരംഗമാണ്, ഏത് ടൈപ്പ് ഓഫ് തരംഗമാണ് എന്തെന്ന് പറഞ്ഞാൽ ഏത് തരം തരംഗമാണ് നമ്മുടെ സൗണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗം. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗം. ദെൻ വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ വേവ് ദാറ്റ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 2 ഹെഡ്സ്. ഇപ്പൊ 2 ഹെഡ്സ് ഉള്ള നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള ഒരു എന്തെടുത്തേക്കുവാണ് ഫ്രീക്വൻസിയുടെ ടൈം പീരീഡ് നമ്മൾ കണ്ടെത്തുന്നത്. നമുക്കാണെങ്കിൽ 2 ഹെഡ്സ് ആണ് നമുക്ക് തന്നത്. നമുക്ക് ഇവിടെ തന്നിട്ട് പോയിന്റ് എത്രയാണ്, 2 ഹെഡ്സ് ആണ്. അപ്പൊ 2 ഹെഡ്സ് ആണ് നമുക്ക് തന്നേക്കുന്നത്. നമുക്ക് കണ്ടെത്താനുള്ളത് എന്താണ്, ടൈം പീരീഡ് ആണ്, അല്ലെങ്കിൽ എന്താണ് കാലയളവ് അല്ലെങ്കിൽ പീരീഡ് ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 2 ഹെഡ്സ് ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ T ഈക്വൽ ടു എന്താ പഠിച്ചത്, 1/f. T ഈക്വൽ ടു 1/f എന്ന് പറയുമ്പോൾ 1 എന്താണ് 1/2 എന്ന് വരും. 1/2 അതെന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.5 സെക്കൻഡ് എന്ന് കിട്ടും. 0.5 സെക്കൻഡ് എന്ന് കിട്ടും. സംഭവം കിട്ടിയോ? ഓക്കെ, രണ്ടടുത്തും സെയിം ആണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ഇത് തന്നെ കിട്ടി. ഓക്കെ, ഇതിന് അടുത്ത് നോക്കിക്കേ, എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാണ്, നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം. ഓക്കെ, ഇപ്പൊ ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഇതാണ് ഇതിന്റെ, ഇങ്ങനെയാണ് നമുക്കത് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളതാണ് എന്തെന്ന് പറയാം നമ്മുടെ വേവിനകത്ത് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ നമ്മളാണ് ഓക്സിലേഷൻ എടുത്തു കഴിയുമ്പോൾ എന്താണ് നമുക്ക് ഊഞ്ഞാലയുടെ കാര്യമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ പോകാൻ പറ്റുന്ന ദൂരം ഇതാണ് A എന്ന് പറഞ്ഞത്, ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞ എന്താണ് ഏറ്റവും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഏതാണോ അതിൽ നിന്ന് ഏറ്റവും, ഇപ്പൊ നമ്മൾ ഇതായിരുന്നു ഇതിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്ന ദൂരം ഇല്ലേ, ഏറ്റവും കൂടുതൽ പോകാൻ പറ്റുന്ന, ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ പോകാൻ പറ്റുന്ന ദൂരമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സംഭവം കിട്ടിയോ? അതെന്ന് പറഞ്ഞാൽ സന്തുലനാവസ്ഥയിൽ നിന്ന് പരമാവധി ആയിട്ടുള്ള എന്താണ് സ്ഥാനാന്തരം കേട്ടോ, പരമാവധി ആയിട്ടുള്ള സ്ഥാനാന്തരം. ഇതൊക്കെ നോട്ട് ചെയ്ത് പോവുക കേട്ടോ. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ് ദ നെയിം ദ പ്രോപ്പർട്ടി ദാറ്റ് ഡിറ്റർമൈൻ ദ ലൗഡ്നെസ് ഓഫ് എ സൗണ്ട്. ഇപ്പൊ സൗണ്ടിന്റെ ലൗഡ്നെസ്സിന് അല്ലെങ്കിൽ ഉച്ച ശബ്ദത്തിന്റെ ഉച്ച നിർണ്ണയിക്കുന്ന തരംഗത്തിന്റെ ഗുണം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇത്ര ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും ആയതിയിലാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ പറയാറുള്ളത്. മോസ്റ്റ്ലി നമ്മൾ പറയുമ്പോൾ അതിന്റെ ഗുണത്തെ സൂചിപ്പിക്കുന്ന മോസ്റ്റ്ലി നമ്മൾ ആംപ്ലിറ്റ്യൂഡ് വെച്ചാണ് കേട്ടോ. ഓക്കെ, then അടുത്ത ചോദ്യം നോക്കിക്കേ, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എ വേവ്. നമ്മളോട് ചോദിച്ചാണ് ഫ്രീക്വൻസി ഓഫ് വേവ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മളോട് ചോദിച്ചേക്കണേ എന്താണ് ഫ്രീക്വൻസി ഓഫ് വേവ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ. തന്നിട്ടുള്ളത് എന്താണ് ടൈം പീരീഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് തന്നിട്ടുള്ളത്, കാലയളവ് അല്ലെങ്കിൽ ടൈം പീരീഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്, 1/f ഈക്വൽ ടു ടി എന്ന് പറയാം. അപ്പൊ അതിനർത്ഥം എന്ന് വെച്ചാൽ അതിനെ നമ്മൾ എന്തിലേക്ക് കൊടുക്കാം, എഫ് ഈക്വൽ ടു നമുക്ക് എന്തിലേക്ക് 1/t എന്ന് കൊടുക്കാം. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് 0.01 സെക്കൻഡ് എന്നാണ് അടുത്താണ് അല്ലെ. അപ്പൊ 0.01 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇവിടെ ഉള്ളത് 10⁻²- ആണ്. അതിനർത്ഥം 10⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മുകളിലേക്ക് അത് പോകും. മുകളിലേക്ക് ഇത് പോയി കഴിയുമ്പോൾ എന്താവും 10⁻² ആയിട്ട് വരും. 10⁻² എന്ന് പറഞ്ഞാൽ 10 × 10 അതിനർത്ഥം എന്താണ് 100 ആണ്. 100 ഹെഡ്സ് ആണ് വരുന്നത്. സംഭവം കിട്ടിയോ? ഈ ബേസിക് മാത്തമാറ്റിക്സ് വേണമെന്നുള്ളവരൊന്ന് പറയണേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചിലർക്ക് അറിയില്ലായിരിക്കും. അപ്പൊ അതൊക്കെ ഞാൻ ഒരു ക്ലാസ് ആയിട്ട് എടുത്തു തരാം കേട്ടോ. ഓക്കെ, ഇതിന് അടുത്ത് വെച്ചേക്കണേ വിച്ച് ക്വാണ്ടിറ്റി, നമ്മൾ ഹെഡ്സ് ഏത് യൂണിറ്റ് ആണ് നേരത്തെ ഒരു ഒന്നാമത്തെ ചോദ്യം ഉണ്ടായിരുന്നു. അത് തന്നെ നമുക്ക് വേറെ രീതിയിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെഡ്സ് എന്ന് പറയാറില്ലേ, നമ്മളിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും യൂണിറ്റ് ഹെഡ്സ് നമ്മൾ 24ന്റെ ആലോചിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഫ്രീക്വൻസി ആണ് നമുക്കറിയാം, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ചോദിച്ചേക്കണേ. ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്ത് മെഷർ ചെയ്യാൻ, വിച്ച് ക്വാണ്ടിറ്റി ആണ് ഹെഡ്സ് എന്ന് പറഞ്ഞ യൂണിറ്റിനകത്ത് മെഷർ ചെയ്യുന്നതാണ്. ഇപ്പൊ ഹെഡ്സ് എന്ന യൂണിറ്റിനകത്ത് അളക്കുന്ന അളവ് ഏതാണ്, അപ്പൊ ഏത് യൂണിറ്റ് ആണ്, എന്തിനെയാണ് നമ്മൾ അളക്കുന്നത്, അപ്പൊ എന്ന് പറഞ്ഞാൽ അത് ആവൃത്തിയാണ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ആണ് കേട്ടോ. അപ്പം നമ്മൾക്ക് റിലേഷൻ ചോദിച്ചേക്കുന്നത് സ്പീഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, നമ്മുടെ വേഗത, നമ്മളുടെ തരംഗത്തിന്റെ വേഗത, ആവൃത്തി, തരംഗ ദൈർഘ്യം എന്നിവ തമ്മിലുള്ള ഇക്വേഷൻ ആണ്. നമുക്കത് അറിയാം. V ഈക്വൽ ടു എന്താണ് എഫ് ഇൻറ്റു ലാംഡ. ഇവിടെ ലാംഡയാണ് കേട്ടോ, ഇവിടെ ഒരു വര വരയ്ക്കാൻ മറന്നുപോയേ. ഓക്കെ, ലാംഡ. ഓക്കെ, സമയം കിട്ടിയല്ലോ.
എന്താണ് വി ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ കേട്ടോ. സംഭവം ഓർമ്മ എല്ലാവരും ടൈപ്പ് ചെയ്തിട്ട് അതൊക്കെ ഓക്കെ. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചത് നോക്കിക്കേ. വാട്ട് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ്? ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് വെച്ചാൽ അപ്പം അത് തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നതാണ്, ഫ്രീലി ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് അത് വൈബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആ വൈബ്രേഷൻ ആണ് എന്തെന്ന് പറയുന്നത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അത് സിമ്പിൾ ആയിട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് തന്നേക്കണ ഞാൻ ഡെഫിനിഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഞാനിതൊരു ബിലോ ആവറേജ് സ്റ്റുഡന്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കൊടുത്തേക്കണ ആൻസർ അതേപോലെ എഴുതി തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ അതും നോക്കുക. ഇച്ചിരി കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു A+ ഒക്കെ മേടിക്കണം എന്ന് ആഗ്രഹമുള്ള, ഫുൾ A+ മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഞാൻ ക്ലാസ്സിനകത്ത് പറയുന്ന ഡെഫിനേഷൻ ഒക്കെ അതേപോലെ പഠിക്കാൻ നോക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എങ്ങാനും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതിക്കോ, നിങ്ങൾക്ക് മാർക്കൊന്നും അത്രയ്ക്ക് നഷ്ടപ്പെടില്ല. മേ ബി എന്താണ് ഒരു അര മാർക്കൊക്കെയാണ് മോസ്റ്റ്ലി നഷ്ടപ്പെടുള്ളൂ. ഇപ്പം ടീച്ചേഴ്സ് സ്കൂളിനകത്ത് ടെസ്റ്റ് പേപ്പർ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 1 മാർക്കൊക്കെ കുറഞ്ഞു വരും. പക്ഷെ എന്നാൽ പോലും ലാസ്റ്റത്തെ ഫൈനൽ എക്സാം ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയെന്ന് വരും കേട്ടോ. ഓക്കെ. ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ആൻ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ഫ്രീലി. ഓക്കെ, ഫ്രീലി ആയിട്ട് അത് വൈബ്രേറ്റ് ചെയ്യാണ്. എന്ത് വസ്തു സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാണ്, കമ്പനം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ആവൃത്തിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവിക ആവൃത്തി. ആ ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി എഴുതി വെക്കണം. ഓക്കെ. വിച്ച് ദ ഫിനോമിന മേക്ക് സൗണ്ട് ലൗഡർ? എ ട്യൂണിഫോർ കീസ് എന്താണ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ടേബിൾ. ഒരു ടേബിളിനകത്ത് നമ്മൾ ട്യൂണിഫോർക്ക് വെച്ചേക്കുവാണ് അല്ലെ. അപ്പൊ നമ്മൾ ട്യൂണിഫോർക്ക് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ടേബിൾ ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ സൗണ്ട് കേൾക്കാറില്ലേ. അപ്പം ട്യൂണിഫോർക്ക് നമ്മളുടെ മേശപ്പുറത്ത് വെക്കുമ്പോൾ ഒരു ശബ്ദത്തിന് ഒരു ഒച്ചയിൽ ഫീൽ ചെയ്യും. മീൻസ് ഒരു നല്ല രീതിയിൽ ഒരു മൂളിച്ച് ഫീൽ ചെയ്യും. ഒരു ഇച്ചിരി കൂടി ലൗഡ് ആയിട്ടുള്ള ഒരു വോയിസ് കേൾക്കും. ഓക്കെ. അതെന്തുകൊണ്ടാണ്? അതിന് പറയുന്ന പ്രതിഭാസം എന്താണെന്നാണ് ചോദിച്ചത്. നമ്മളോട് പറഞ്ഞ അതിന്റെ പ്രതിഭാസത്തെ പറയുന്ന ഫോഴ്സ്ഡ് വൈബ്രേഷൻ. നമ്മളൊരു വൈബ്രേഷൻ ഉള്ള ഒരു സാധനം വെച്ച് നമ്മൾ വൈബ്രേഷൻ ഉള്ള ഒരു സാധനം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ ഇല്ലാത്ത ഒരു സാധനത്തെ നമ്മളാണെന്നുണ്ടെങ്കിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക സംഭവിക്കുന്നത്. അതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രണോദിത കമ്പനം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്മളാണ് പ്രണോദിത കമ്പനം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ. നമ്മൾ അല്ലെങ്കിൽ ബലാർപ്പിത കമ്പനം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷെ പ്രണോദിത കമ്പനമാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിങ്ങനെ പേര് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചോളേ. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ച ചോദ്യം എന്താന്ന് നോക്കിക്കേ. ഈ സിമ്പിൾ പെൻഡുലം, നമുക്കാണെങ്കിൽ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യമാണ് ചോദിച്ചത്. സിമ്പിൾ പെൻഡുലം എന്താണ് പറഞ്ഞേക്കണേ, നമുക്ക് തന്നിട്ടുള്ളത് 20 എന്താ പറയുക 20 ഓക്സിലേഷൻ ആണ്. എത്ര സെക്കൻഡിനകത്ത്? 40 സെക്കൻഡിനകത്ത് 20 ഓക്സിലേഷൻ ആണ്. ഓക്കെ. ഫൈൻഡ് പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. ഓക്കെ. നമുക്കറിയാം, നമ്മൾ ആദ്യം തന്നെ പഠിച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡിന്റെ ടി ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ടൈം പീരീഡിന്റെ ടി എന്ന് പറഞ്ഞാൽ എന്തെന്നാ പഠിച്ചത് നമ്മളാണെന്നുണ്ടെങ്കിൽ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? നമുക്ക് ടോട്ടൽ സെക്കൻഡ് ടോട്ടൽ ആയിട്ടുള്ള ടൈം ടേക്കണ ഓക്സിലേഷൻ, അതുവഴി എന്താണ് നമ്പർ ഓഫ് ഓക്സിലേഷൻ ആണ്. ഓക്കെ. ഞാൻ OS എന്നാണ് കേട്ടോ ഞാൻ ഓസിലേഷൻ എഴുതണേ. അപ്പം നമുക്കറിയാം ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എടുത്തേക്കുന്ന ടൈം എത്രയാണോ നമ്മൾ ആകെ എടുത്തേക്കുന്ന ടൈം, അപ്പൊ അത് ബൈ എന്താണ് നമ്മൾ എത്ര തവണ ഓസിലേറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ലോലകം ആന്തോളനം ചെയ്തു, അതാണ് എന്തെന്ന് പറഞ്ഞേക്കണേ 20 സെക്കൻഡ് 20 ടൈം എത്രയാണ്? 20 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ആന്തോളനം സംഭവിച്ചിട്ടുണ്ട്. അത് എത്ര സെക്കൻഡിനകത്താണ്? 40 സെക്കൻഡിലാണ് 20 ദോളനം സംഭവിച്ചത്. അപ്പം ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മുടെ 40 സെക്കൻഡ് ആണ്. പിന്നെ എത്രയാണ്? എത്ര ആന്തോളനം അല്ലെങ്കിൽ ഓസിലേഷൻ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രയാണ്? 20. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 2 ടൈം എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് കിട്ടും. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി നേരെ ഓപ്പോസിറ്റാ, ഈ ടൈമിന് നേരെ ഓപ്പോസിറ്റാ അവിടെ സംഭവിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ എന്താണ് ടൈം ടേക്കൺ, ടൈം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ആകെ എടുത്തിങ്ങനെ നമ്മൾ ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആകെ എത്ര ഓസിലേഷൻ സംഭവിച്ചു, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ. എത്ര ഓസിലേഷൻ ഡിവൈഡഡ് ബൈ അതിനെടുത്തേക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ആകെ സമയം, അതാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്താണ് നമ്മൾ ആദ്യം ഇതിന്റെ ഓസിലേഷൻ ആണ് ഇതിന്റെ ഓസിലേഷൻ എത്രയാണ്? 20 ആണ്. പിന്നെ എത്രയാണ് നമുക്ക് തന്നേക്കണേ? നമ്മളോട് പിന്നെ പറഞ്ഞേക്കണേ എത്രയാണ്? 40 സെക്കൻഡ് അല്ലേ. ഓക്കെ, 40 സെക്കൻഡ്. അങ്ങനെ ഇങ്ങനെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടി? 1/2 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 0.5 ഹെർട്സ് എന്ന് കിട്ടും. സംഭവം കിട്ടിയോ? ഓക്കെ. സംഭവം കിട്ടിയില്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ റെസ്റ്റോറൻസ് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ചോദിച്ചത്. ഓക്കെ. അല്ലെങ്കിൽ അനുനാദം എന്താണ് അതിനൊരു ഉദാഹരണം എന്ന് വെച്ചാൽ, അപ്പൊ അത് അനുനാദം അല്ലെങ്കിൽ എന്താണ് റെസ്റ്റോറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് കാണുന്നുണ്ട് ഒരു ഫ്രീക്വൻസി ഉണ്ട് അല്ലെ, അത് ഫോഴ്സ്ഡ് ഫ്രീക്വൻസി. ആ ഫോഴ്സ്ഡ് ഫ്രീക്വൻസി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു സാധനത്തെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാന്ന് കരുതിക്കും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ
അതെന്താണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എത്തണം. അങ്ങനെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് എന്ത് ചെയ്യണം, സെയിം ആവണം. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീക്വൻസി ആണ്, ഒരു വെൻ ദ ഫ്രീക്വൻസി ഓഫ് ദ പോസിറ്റീവ് വൈബ്രേഷൻ എന്താണ് മാച്ച് ചെയ്യണം. മാച്ച് വിത്ത് എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് എന്താണ് ഫോഴ്സ്ഡ് ചെയ്തേക്കുന്ന വൈബ്രേഷൻ മാച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് നല്ല ആംപ്ലിറ്റ്യൂഡിന് ഹൈ ആംപ്ലിറ്റ്യൂഡിനകത്ത് എന്ത് ചെയ്യും, എന്ത് വൈബ്രേറ്റ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, നമ്മുടെ അനുനാദം അല്ലെങ്കിൽ റെസൊണൻസ് എന്ന് പറയുന്നത്. ഒരു വസ്തു അതിന്റെ സ്വാഭാവിക ആവൃത്തിയിലാണെന്നുണ്ടെങ്കിൽ കമ്പനം നടത്തുവാണ്. ഓക്കെ, കമ്പനം നടത്തുവാണ്. അതെങ്ങനെയാണ്, നമ്മളാണെങ്കിൽ പ്രണോദിത കമ്പനം കാരണം പ്രണോദിത കമ്പനം എന്താണ്, ഈ നമ്മളുടെ ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി ആയിട്ട് മാച്ച് ചെയ്ത് അവിടെ കമ്പനം നടക്കുവാണ് കേട്ടോ. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരേ ആവൃത്തിയിലുള്ള, ഒരേ ഫ്രീക്വൻസി ഉള്ള, ഒരേ ഹെഡ്സ് ഉള്ള രണ്ട് എന്താണ് ട്യൂണിംഗ് ഫോർക്ക് എടുത്തു. നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ട്യൂണിംഗ് ഫോർക്കിനെ എടുത്തിട്ട് ഓർണത്തെ, ഇത് ഒരെണ്ണം, ഇതാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് എഴുതിക്കോ, നിക്കട്ടെ വേണ്ടിട്ടേ. ഇപ്പൊ ഒരേ ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരേ ഹെഡ്സ്, നമ്മൾ ഒരേ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ എന്താണ്, ഒരേ ഫ്രീക്വൻസി ഉള്ള രണ്ട് ട്യൂണിംഗ് ഫോർക്ക് എടുത്തു. ഇത് രണ്ടിനും 250 ആണ്, ഇതും 250 ഹെഡ്സ് ആണെന്ന് എഴുതിക്കോ. എന്നിട്ട് ഞാൻ ഇതിനെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്, തൊട്ടടുത്തിരിക്കുന്ന ഇതിന് രണ്ടിനെയും ഞാനാണെന്നുണ്ടെങ്കിൽ ഇതില് ഓർണത്തെ, ഇതിനെ മാത്രം എന്ത് ചെയ്തു, ഞാൻ വൈബ്രേറ്റ് ചെയ്തു. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതും കൂടി വൈബ്രേറ്റ് ചെയ്യും. അതാണ് എന്തെന്ന് പറഞ്ഞത്, കാരണം അതിന് രണ്ടിനും മാച്ച് ചെയ്തു. അവിടെ എന്താ സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആയിട്ട് എന്ത് ചെയ്തു, മാച്ച് ചെയ്തു. അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിച്ചത്, റെസൊണൻസ് ഉണ്ടായത്. ഓക്കെ, അത് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ അനുദൈർഘ്യ തരംഗവും അനുപ്രസ്ഥ തരംഗവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒന്ന് പാരലൽ വൈബ്രേഷൻ ആണ്, അല്ലെങ്കിൽ വൈബ്രേറ്റ് പാരലൽ ടു ദ വേവിന്റെ ഡയറക്ഷൻ. വേവ് ഡയറക്ഷന് പാരലൽ ടു വൈബ്രേറ്റ് ചെയ്യുന്ന ആരാണ്, നമ്മളുടെ ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയിട്ട് വേവ് ഡയറക്ഷന് വൈബ്രേറ്റ് ചെയ്യുന്ന ആരാണ്, ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. സംഭവം അത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ദെൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, എന്താ ക്രസ്റ്റിന്റെയും ത്രഫിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്, കംപ്രഷനും റെയർ ഫ്രാക്ഷനും എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അത് വരുമ്പോൾ എന്താണ്, ലോഞ്ചിറ്റ്യൂഡൽ വേവിന്റെ കാര്യം വരുമ്പം നിങ്ങൾ അത് ഓർത്ത് വെക്കണം. മലയാളം മീഡിയത്തിലുള്ളവർ എന്ത് ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുദൈർഘ്യ തരംഗമാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ സമാന്തരമായിട്ട് ചെയ്യുന്നത്. സമാന്തരം എന്ന് വെച്ചാൽ പാരലായിട്ട് വരും. അനുദൈർഘ്യ തരംഗമാണ്. അവിടെ എന്താണ് ഉള്ളത്, കംപ്രഷൻ റെഫ്രാക്ഷൻ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചമേഖലാ മർദ്ദങ്ങളും അതുപോലെ നീചമർദ്ദങ്ങളുടെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല, അതൊക്കെ നമ്മൾ എഴുതി വെക്കണം. പിന്നെ ഗർത്തങ്ങളുടെ കാര്യമൊക്കെ, അതുപോലെ ശൃംഖങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണ്. അതെവിടെയാണ്, ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാ അനുപ്രസ്ഥിത തരംഗമാണ് വരുന്നത് കേട്ടോ. അപ്പം അതും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, മലയാളം മീഡിയത്തിലുള്ളവർ. ഇതിന് അടുത്തെന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ എന്താ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്, അല്ലെങ്കിൽ പ്രണോദിത കമ്പനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, വൈബ്രേറ്റ് ചെയ്യുക. ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ, അതിനാണ് എന്തെന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ സംഭവിക്കുന്നത്. ആൻഡ് വൈബ്രേഷൻ കോസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് സോഴ്സ്. ഇപ്പൊ ടേബിളിനെ വൈബ്രേറ്റ് ചെയ്യുകയാണ് ട്യൂണിംഗ് ഫോർക്ക് വെച്ച്. അതാണ് അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ ഞാനത് മലയാളം മീഡിയത്തിനും കൂടെ എഴുതി തന്നുണ്ട്. ഒരു വസ്തുവിനെ നമ്മൾ എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, അതിന്റെ നമ്മൾ ചെയ്യുന്നത് സ്വാഭാവിക ആവൃത്തി എന്ത് ചെയ്യാണ്, ആവൃത്തി അല്ലാതെ. ഇപ്പൊ ഒരു വസ്തുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആവൃത്തി ഉണ്ടല്ലോ, അങ്ങനെ ആവൃത്തി അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, മീൻസ് ഇപ്പൊ ഒരു വസ്തുവിന് സ്വാഭാവികമായിട്ട് ഒരു ആവൃത്തി ഉണ്ടെന്ന് എഴുതിക്കോ. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു വസ്തുവാണ്, അങ്ങനെ സ്വാഭാവിക ആവൃത്തി ഉണ്ടെങ്കിൽ അത് തന്നെ വൈബ്രേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് സ്വാഭാവിക ആവൃത്തി. അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്, അതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്നത്. അതല്ലാതെ സ്വാഭാവിക ആവൃത്തി അല്ല, നമ്മളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യും ഒരു ഫോഴ്സ് കൊടുത്ത്, അതാണ് എന്തെന്ന് പറഞ്ഞത്, നമ്മളെ ഒരു ബാഹ്യ ശക്തി എന്ന് പറയും, പുറത്തുനിന്നുള്ള ശക്തി അല്ല, അതിനാണ് എന്തെന്ന് പറഞ്ഞത്, നമ്മളാണെന്നുണ്ടെങ്കിൽ ബാഹ്യ ശക്തി എന്ന് പറയും. അപ്പൊ ബാഹ്യ ശക്തി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുവാണ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു അതിനാണെങ്കിൽ കമ്പനം നടത്തുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, അതിനാണ് എന്തെന്ന് പ്രണോദിത കമ്പനം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മളാണെന്നുണ്ടെങ്കിൽ ടേബിളിന്റെ കാര്യം പറഞ്ഞല്ലോ, ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ച് ടേബിളിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ കമ്പനം നടത്തുന്നു. ഓക്കെ, അതൊക്കെ എഴുതി വെക്കാം. ദെൻ അടുത്ത നോക്കിക്കേ, വാട്ട് ഹാപ്പൻ വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസ്. പെൻഡുലത്തിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് എന്താ സംഭവിക്കുന്നത്, പെൻഡുലത്തിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രീക്വൻസി ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും, ടൈം പീരീഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ആവൃത്തി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യും കേട്ടോ. നമ്മളെ പീരീഡ് ഇൻക്രീസ് ചെയ്യും. അതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്.
അടുത്ത നോക്കിക്കേ, റൈറ്റ് 2 എക്സാമ്പിൾ ഓഫ് മെക്കാനിക്കൽ വേവ്സ് ആൻഡ് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നാ ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്ക് യാന്ത്രികമായിട്ടുള്ളതും വൈദ്യുത കാന്തികമായിട്ടുള്ള തരംഗങ്ങളും ഉണ്ട് അല്ലെ മലയാളം മീഡിയത്തിന്. അതിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, 2 അപ്പൊ നമുക്കറിയാം സീസ്മിക് വേവ്, സൗണ്ട് വേവ് ഒക്കെ എന്താണ് മെക്കാനിക്കൽ വേവ് അല്ലെങ്കിൽ യാന്ത്രികമായിട്ടുള്ള വേവിന് ശബ്ദം, സീസ്മിക് വേവ് ഒക്കെ അതൊക്കെ എന്ത് ടൈപ്പാണ്, യാന്ത്രികമാണ് അല്ലെ, അല്ലെങ്കിൽ യാന്ത്രിക വേവ് ആണ് അല്ലെ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റ്, റേഡിയോ വേവ്സ് ഒക്കെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞത്. പിന്നെ വൈദ്യുത കാന്തിക വേവ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയുന്നതാണ് എന്ത്, പ്രകാശ തരംഗം, റേഡിയോ തരംഗം ഒക്കെ വരുന്നത്. ഇതിനടുത്ത് ചോദിച്ചാൽ എന്താന്ന് നോക്കിക്കേ, ദ സ്റ്റേറ്റ് ദ കണ്ടീഷൻ ടു ഹിയർ ആൻ എക്കോ. ഒരു എക്കോ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളതിന് കണ്ടീഷൻ, അതിനെന്താണ് നമുക്കറിയാം, മിനിമം ഡിസ്റ്റൻസ്. നമ്മൾ ഒരു റിഫ്ലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഒരു വസ്തു റിഫ്ലക്ട് ചെയ്യണത് എവിടെ ആയിരിക്കണം, നമ്മളിപ്പം ഇപ്പൊ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരാളാണ്, ഈ ആളാണ് ഇനി സംസാരിച്ചു, അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇയാളെ റിഫ്ലക്ട് ചെയ്യേണ്ടത് മിനിമം എത്രയാവണം, ഇങ്ങനെ ഇയാൾ സംസാരിച്ച് നമുക്ക് ഇയാൾക്ക് തന്നെ എക്കോ ആയിട്ട് കേൾക്കണമെന്നുണ്ട്, അത് എത്ര വേണം, 17.5 മീറ്റർ. ആ മീറ്റർ കഴിഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ മീറ്ററിനോ അത്രയും 17.5 മീറ്ററിനോ അത് കഴിഞ്ഞിട്ടോ എന്ത് ചെയ്ത് റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ച ചെവിയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ, നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്, മിനിമം ഡിസ്റ്റൻസ് ടു റിഫ്ലക്ട് എന്താണ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 17.5 ആണ്. ഓക്കെ, ടൈം ഗ്യാപ്പ് എന്തും കൊടുത്തിട്ടുണ്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ, ടൈം ഗ്യാപ്പ് മസ്റ്റ് ബി ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ് 0.1 സെക്കൻഡ്. സംഭവം കിട്ടിയല്ലോ. ശബ്ദം എന്താണ്, ശബ്ദ ഉൽപാദനത്തിനാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രതിഫലന ശബ്ദം ആണെന്നുണ്ടെങ്കിൽ തിരിച്ചെത്താനാണെന്നുണ്ടെങ്കിൽ 0.1 സെക്കൻഡിൽ അധികം സമയം എടുക്കണം. ഓക്കെ, അതിൽ കൂടുതൽ എടുക്കണം. പിന്നെ ഏറ്റവും കുറഞ്ഞ ദൂരം എന്താവണം, പ്രതിഫലിക്കാൻ 17.2 എന്താണ് മീറ്റർ ആവണം. സംഭവം മനസ്സിലായല്ലോ. അടുത്തതെന്ന് പറഞ്ഞാൽ അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ എന്താണെന്ന് ചോദിച്ചോനെ. അതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇത്രയും പറയാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തട്ടി കേൾക്കണ മീൻസ് വേണമെങ്കിൽ പറയാം. ഇപ്പം ഇതൊരു ഭിത്തിയാണെന്ന് കരുതിക്കും, ഒരു റൂമിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ആ റൂമിനകത്ത് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇത് സൗണ്ട് ഉണ്ടാക്കി എന്നിട്ട് വീണ്ടും മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ മൂലം നമ്മുടെ വീണ്ടും നമ്മുടെ ചെവിയിലേക്ക് തന്നെ കേൾക്കുവാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 0.1 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് കേൾക്കണേ, കേട്ടോ. അതാണ് എന്തെന്ന് പറഞ്ഞേ, നമുക്ക് പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കുന്നുള്ളത്, ഡ്യൂ ടു ദ മൾട്ടിപ്പിൾ റിഫ്ലാഷൻ ഈവൻ ആഫ്റ്റർ ദ എന്താണ് സോഴ്സ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ. നമ്മൾ സംസാരം നിർത്തി കഴിഞ്ഞിട്ട് പോലും അല്ലെങ്കിൽ ആ സൗണ്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണം. അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ അനുരണനം എന്ന് പറയുന്നത്. ശബ്ദം ഉൽപ്പാദിപ്പിച്ച് എന്താണ് നിർത്തിയതിനു ശേഷം അത് ആണെങ്കിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ചെവിയിലേക്ക് വന്ന് കേൾക്കുവാണെന്നുണ്ടെങ്കിൽ അതിനാണ് എന്തെന്ന് പറയുന്നത്, റിവർബറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വാക്യത്തിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യില്ല. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടിന് മീഡിയം ആവശ്യമുണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം ശൂന്യതയിൽ ശബ്ദം സഞ്ചരിക്കില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം സഞ്ചരിക്കാൻ എന്താണ്, മാധ്യമം ആവശ്യമാണ്. അതിന് കാരണം എന്താണ്, ശബ്ദം എന്ന് പറഞ്ഞ യാന്ത്രിക തരംഗം ആണ് കേട്ടോ. യാന്ത്രികമായിട്ടുള്ള തരംഗത്തിനകത്ത് വരുന്നതാണ്. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കിക്കേ, 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 256 ഹെർട്സ് ആണ്. വേവ് ലെങ്ത് കൊടുത്തിട്ടുണ്ട് 1.5 മീറ്റർ. ദെൻ ഫൈൻഡ് എന്താണ് ചോദിച്ചേക്കുന്നത്, സ്പീഡ് ഓഫ് ദ ടൈം. നമുക്കാണ് ചോദിച്ചത് എന്താണ്, സ്പീഡ് ഓഫ് ദ വേവ്, ടൈം അല്ല, സ്പീഡ് ഓഫ് ദ സൗണ്ട് വേവ്. നമ്മളോട് ചോദിച്ചാണ് സ്പീഡ് ഓഫ് ദി ടൈം സൗണ്ട് വേവ് ആണ്. നമുക്ക് തന്നേക്കണം എന്തൊക്കെയാന്ന് നോക്കിക്കേ. നമുക്ക് ആകെ തന്നേക്കുന്നത് എത്രയാണ്, സൗണ്ട് വേവിന്റെ ഹെഡ്സ് തന്നിട്ടുണ്ട്, മീൻസ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അതും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ ശബ്ദ തരംഗത്തിന്റെ ആവൃത്തി എത്രയാണ്, 256 ആണ്. തരംഗ ദൈർഘ്യം 1.5 ആണ്. അത് നമ്മൾ വേഗതയാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, നമുക്കറിയാവുന്ന ഇക്വേഷൻ ഏതാന്ന് നോക്കിക്കേ. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന ഇക്വേഷൻ ഏതാണ്, v ഈക്വൽ ടു എഫ് ലാംഡ അല്ലെ. എഫ് ലാംഡ 256 ഹെർട്സ് ഇൻറ്റു 1.5 മീറ്റർ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 384 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത നോക്കിക്കേ. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളോട് ആണെന്നുണ്ടെങ്കിൽ ഡ്രോ ആൻഡ് ലേബൽ എന്നാണ്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ വരയ്ക്കാൻ നോക്കുക കേട്ടോ, എക്സാം ഒക്കെ ആകുമ്പോൾ. അത് നമുക്കറിയാം ഇങ്ങനെ നല്ല രീതിയിൽ നല്ലപോലെ ഷെയ്ഡ് ചെയ്ത് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്ത് വരുന്ന ഭാഗമാണ് ഇത് കംപ്രഷൻ എന്ന് പറഞ്ഞത്. പിന്നെ റെയർ ഫ്രാക്ഷൻ ഇതേപോലെ ആയിരിക്കും, അതാണ് R എന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. ഓക്കെ, അത് നിങ്ങൾ ചെയ്തു വെക്കുക. അനുദൈർഘ്യ തരംഗത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതിന്റെ ലേബിൾ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ അതൊക്കെ ചെയ്തു നോക്കുക. ഇതിന് അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ടൈപ്പ് രീതിയിൽ നിങ്ങൾ ലേബിൾ ചെയ്യുക കേട്ടോ.
അതിന് അടുത്ത ചോദിച്ചേക്കുന്നത് നോക്കി 22ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കാണെന്നുണ്ടെങ്കിൽ തന്നേക്കുന്ന ചോദ്യം വായിച്ചു നോക്കിയേ. എ വേവ് ഹാസ് എ 3 ക്രസ്റ്റ് ആൻഡ് 3 ആണെന്നുണ്ടെങ്കിൽ റഫ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 0.5 സെക്കൻഡിൽ ആണ് എന്ന് പറഞ്ഞേക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ഇറ്റ്സ് ഫ്രീക്വൻസി ആണ്. നമുക്ക് ചോദിച്ചാൽ ഫൈൻഡ് ഫ്രീക്വൻസി ആണ്. അപ്പം ഒരു 0.5 സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ 3 എന്നാ ഉന്നതങ്ങൾ അല്ലെങ്കിൽ താഴ്വരങ്ങൾ എന്ന് പറയാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാതെ ഗർത്തങ്ങളും അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഗർത്തങ്ങളും ശൃംഗങ്ങളും ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇത് ഗർത്തങ്ങളും ശൃംഗങ്ങളുമാണേ. ഓക്കെ, ഗർത്തങ്ങളും ശൃംഗങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, അതിന്റെ ആവൃത്തിയാണ് നമ്മൾ കണ്ടെത്താൻ ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം 3 തന്നേക്കണേ. അപ്പൊ നമുക്ക് 3 കിട്ടിയേക്കുന്നത് അല്ലെ. അപ്പൊ 3 എന്ന് പറഞ്ഞതാണ് നമുക്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ബൈ എന്താണ് 0.5 എന്ന് കിട്ടും. 3/5 ആണ്. നമുക്ക് 3/0.5 ആണ് നമുക്ക് വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/1/2. അതെന്ന് പറഞ്ഞാൽ എന്താണ് 3 × 2 അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഹെർട്സ്. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. സമയം കിട്ടിയല്ലോ. ഓക്കെ, 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അവിടെ പറഞ്ഞേക്കണ എന്താന്ന് നോക്കിക്കേ. അവിടെ നമുക്കാണെങ്കിൽ ഒരു സൗണ്ട് വേവ് ആണെന്നുണ്ടെങ്കിൽ 700 മീറ്റർ സഞ്ചരിക്കാണ് എത്ര ടൈമില്? 2 സെക്കൻഡിനകത്ത്. അപ്പൊ നമ്മൾ ചോദിച്ചാൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 2 സെക്കൻഡിലാണെങ്കിൽ 700 മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അതിന്റെ വേഗത കണ്ടെത്തണം. അതേപോലെ തന്നെ എന്താണ് ആവൃത്തി നമുക്ക് തന്നിട്ടുണ്ട്, അത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടെത്തേണ്ട ഏതാണ്? തരംഗ ദൈർഘ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സോറി, നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞാൽ സ്പീഡാണ് അല്ലെ. സ്പീഡ് കണ്ടെത്തിയാലേ നമുക്ക് പറ്റുള്ളൂ, മറ്റേത് കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 700/2. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 350 അല്ലെ. 350 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്കാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തു, 350 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടി. ദെൻ അടുത്ത നമ്മൾ ചോദിച്ചാൽ വേവ് ലെങ്ത്. വേവ് ലെങ്തിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, V=F ലാംഡ. അതിനകത്ത് നിന്ന് ലാംഡ എടുക്കണം. അതിനകത്ത് നിന്ന് ലാംഡ എടുത്തു കഴിയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ലാംഡ എടുത്തു കഴിയുമ്പോൾ എന്ത് കിട്ടും? V/F എന്ന് കിട്ടും. ഓക്കെ, V/F എന്ന് കിട്ടും. അങ്ങനെ വരുമ്പം V എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡാണ്. അത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ മറ്റേ നോക്കിക്കേ, ഇത് 350 ഹെഡ്സ് ആണ് അല്ലേ. ഇപ്പൊ എന്താ വരും? അപ്പൊ 1 വരുന്നത്, 1 മീറ്റർ അല്ലേ. ഇപ്പൊ രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 1 മീറ്റർ. അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ നമ്മള് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അടുത്ത ഒരു ചോദ്യം നോക്കിക്കേ. എന്താണ് 1.5 സെക്കൻഡിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചാണെങ്കിൽ ഒരു സൗണ്ട് കേട്ടു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചാണെന്നുണ്ടെങ്കിൽ ഷൗട്ട് ചെയ്തതിന്റെ സൗണ്ടാണ് വീണ്ടും കേട്ടത്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചത്. അത് റിഫ്ലക്ട് ചെയ്തേക്കുന്നത് ആ എക്കോ എത്ര ദൂരം അകലെയാണ് റിഫ്ലക്ട് ചെയ്തതെന്നാണ് ചോദിച്ചത്. അത് നമ്മൾ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്? നമുക്ക് ഇവിടെ ഒന്നുകൂടെ വായിച്ചാൽ, ഒരു കുട്ടി അലറിയതിനു ശേഷം അലറിയതിനാണെന്നുണ്ടെങ്കിൽ 1.5 സെക്കൻഡ് ശേഷമാണെന്നുണ്ടെങ്കിൽ പ്രതിധ്വനി നമ്മൾ കേട്ടു. ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രതിഫലനം ആണെന്നുണ്ടെങ്കിൽ എത്ര ദൂരം അതാണ് നമ്മൾ കണ്ടെത്താനാണ് ചോദിച്ചത്. നമുക്ക് വേഗത തന്നിട്ടുണ്ട്, പിന്നെ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ കണ്ടെത്തേണ്ടത് എന്താണ്? നമുക്ക് ആദ്യം കണ്ടെത്തേണ്ട ഡിസ്റ്റൻസ് 340 ആണ് നമുക്ക് തന്നേക്കുന്ന സ്പീഡ്. ഇൻറ്റു എന്താണ് 1.5. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ 510 വരും. 510 മീറ്റർ. 510 മീറ്ററിന് നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് 255 വരും. ഇതാണ് നമ്മളുടെ പ്രതിഫലിച്ച സ്ഥലം. അത്രയും ദൂരമുണ്ട് കേട്ടോ. സമയം കിട്ടിയല്ലോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കിക്കേ. ഹൗ ഡസ് ദ സൗണ്ട് ഓഫ് ഡിഫറെന്റ് ട്യൂണിംഗ് ഫോർക്ക് വേരി ചെയ്യുന്നത്? വൈ ഡസ് ദ നമ്പർ ഓഫ് മാർക്ക് ഓഫ് ഓൺ എ ട്യൂണിംഗ് ഫോർക്ക് ഇൻഡിക്കേറ്റ്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ചെയ്തേക്കണത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി തന്നെയാണ്. ഫോർക്ക് വിത്ത് ഹയർ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ഹയർ പിച്ച്, നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാവും. ദെൻ സൗണ്ട് നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ഫ്രീക്വൻസി ആണ്. അത്രയും ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ സ്ലൈഡ് കിട്ടി കഴിയുമ്പോൾ ഒന്ന് എഴുതി വെക്കുക. ഇപ്പോഴും എഴുതി വെച്ചോളുക കേട്ടോ. ദെൻ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്യൂണിംഗ് ഫോർക്ക്. ഓക്കെ, ട്യൂണിംഗ് ഫോർക്ക് എന്ത് വെച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ഫ്രീക്വൻസി ആണ് ട്യൂണിംഗ് ഫോർക്കിനകത്ത് സംഖ്യ എന്ന രീതിയിൽ അവിടെ എഴുതി വെച്ചേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മാർക്ക് ചെയ്തേക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ അന്നത്താണെന്നുണ്ടെങ്കിൽ
വോളിയം കൂടും. മീൻസ് ഫ്രീക്വൻസി ഇൻക്രീസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മീൻസ് ഫ്രീക്വൻസി നല്ല രീതിയിൽ അളവ് കൂടുതലാണ്, ഹെഡ്സ് ആണ്. ഈ ഇപ്പൊ 250 ഹെഡ്സിനേക്കാളും കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 250 ആണ്, ചിലപ്പോൾ 400 ഹെഡ്സ് ആണെന്നുണ്ടെങ്കിൽ 400 ഹെഡ്സിനായിരിക്കും വോളിയം കൂടുതൽ, 250 ഹെഡ്സിന് വോളിയം കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വോയിസ് കുറവായിരിക്കും. സംഭവം കിട്ടിയല്ലോ അല്ലെ? ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളോടാണെങ്കിൽ ഡിഫൈൻ ദ ഫോളോയിങ്. ഫ്രീക്വൻസി എന്താണ്, വേവ് ലെങ്ത് എന്താണ്, വേവ് സ്പീഡ് എന്താണെന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം നമ്പർ ഓഫ് വേവ് പെർ എന്താണ് സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ ഒരു ബിന്ദുവിലൂടെ ആണെന്നുണ്ടെങ്കിൽ കടന്നു പോകുന്ന പൂർണ്ണമായിട്ടുള്ള തരംഗങ്ങളുടെ എണ്ണമാണ് എന്തെന്ന് പറഞ്ഞാൽ ആവൃത്തി. അടുത്തെന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സെയിം എന്താണ് ഫേസ് പോയിന്റ്. രണ്ട് തുടർച്ചയായ സമാന ബിന്ദുക്കൾ തമ്മിലുള്ള ദൂരമാണ് വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. അടുത്ത തരംഗ വേഗം അല്ലെങ്കിൽ വേവ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ് ആണ്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമത്തിലൂടെ തരംഗം എന്താണ് വ്യാപിക്കുന്ന നിരക്കാണ് കേട്ടോ. ഓക്കെ, അതും കിട്ടിയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലെയിൻ ദ എന്താണ് ഫോർമേഷൻ ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ് യൂസിങ് സ്ലിങ്കി എക്സ്പെരിമെന്റ്. സ്ലിങ്കിയുടെ എക്സ്പെരിമെന്റ് ഉപയോഗിച്ച്, നമ്മളെ പരീക്ഷണം ഉപയോഗിച്ച് ശബ്ദ തരംഗ രൂപീകരണവും സവിശേഷതയും വിശദീകരിക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്കറിയാം, ഒരു ഇൻ എ സ്ലിങ്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രാവൽസ് വിത്തൗട്ട് എന്താണ് ഷിഫ്റ്റിംഗ് മെറ്റീരിയൽ. എന്താണ് കംപ്രസ് കോയിൽ ടു ക്രിയേറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. എനർജിയാണ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ ഓസിലേഷൻ. അപ്പൊ നമുക്കറിയാം അവിടെ സ്ലിങ്കിനകത്താണെന്നുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിത്തൗട്ട് ഷിഫ്റ്റിംഗ് മെറ്റീരിയലിനകത്ത് ഒരു ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നില്ല. എന്താണ് കംപ്രസ് കോയിൽ ടു ക്രിയേറ്റ് ലോഞ്ചിറ്റ്യൂണൽ വേവ്. ഈ ഇവിടെ കംപ്രസ് ചെയ്യുന്നുണ്ട്, അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ എനർജിയുടെ ട്രാൻസ്മിറ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, സംഭവം കിട്ടിയല്ലോ. ഓക്കെ, അത് ഞാൻ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാവുന്ന മലയാളം മീഡിയത്തിനാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരറ്റത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്, സ്ലിങ്കിയുടെ ഒരു അറ്റം. അതിനുശേഷം എന്താ മറ്റേ അറ്റത്താണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തള്ളുക ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ തള്ളിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നില്ല, നമ്മൾ ആ മെറ്റീരിയലിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയുള്ള ഊർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ദെൻ ഡിഫറെന്റ് ഓക്കെ നമ്മൾ ചോദിച്ചിരുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക് വേവ്സ് എന്നാണ് ചോദിച്ചിരുന്നത്. എക്സാമ്പിൾ രണ്ടെണ്ണം ഏതാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ള വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം ഫോംഡ് ബൈ ഓസിലേഷൻ, ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നോ മീഡിയം നീഡ് ലൈറ്റ് വേവ് ആണ്, എക്സ്റേ ആണ്. മെക്കാനിക്കൽ ആയിട്ടുള്ള വേവ് എന്ന് പറഞ്ഞാൽ ഫോംഡ് ബൈ എന്താണ് പാർട്ടിക്കിൾ ആണ് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. മീഡിയം നീഡഡ് ആണ്, അതിനകത്ത് സൗണ്ടും സീസ്മിക് വേവും ആണ്. ഇപ്പം നമുക്കാണെന്നുണ്ട് യാന്ത്രികമായിട്ടുള്ള മാധ്യമം ആവശ്യമാണ്. അതിനാണ് ശബ്ദവും അതുപോലെ ജലത്തിലെ തരംഗങ്ങളൊക്കെ വരും, ജലതരംഗങ്ങൾ. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ വൈദ്യുത കാന്തിക തരംഗമാണ്. അതിനകത്താണെന്നുണ്ടെങ്കിൽ എന്ത് ആവശ്യമാണ്? അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ്? മാധ്യമം നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് കേട്ടോ ഇവിടെ വരേണ്ടത്. ഇവിടെ മാധ്യമം ആവശ്യമില്ല കേട്ടോ. ദെൻ പ്രകാശം, റേഡിയോ തരംഗങ്ങളൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മൾ ചോദിച്ചേക്കണേ ഇതിന് റെസൊണൻസ് ആണ് കാരണം. ഓക്കെ, ഇവിടുത്തെ കാരണം റെസൊണൻസ് ആണ്. അപ്പൊ ഞാൻ റെസൊണൻസിന്റെ എന്താണ് റെസൊണൻസ് എന്നുള്ളത് ഞാൻ ഇവിടെ നേരത്തെ ഒരു ക്വസ്റ്റ്യനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. അതാണ് ശരിക്കും ഇതിനകത്തുള്ള എന്റെ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് റെസൊണൻസ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിന്റെ ആൻസറിലേക്ക് അങ്ങനെ പോകുന്നില്ല. ഓക്കെ, ഇവിടെ കാരണം എന്താണ്? റെസൊണൻസ് ആണ്. ഒരു 24 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 512 ഹെഡ്സ് ആയിട്ടുള്ള 24 ആണ് നമ്മൾ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എന്താണ് ഹെൽഡ് ഓവർ എ പൈപ്പ് വിത്ത് വാട്ടർ. നമ്മൾ വേണമെങ്കിൽ ബക്കറ്റിനകത്ത് ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വെച്ചിട്ട് 24 ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് വെച്ച് കഴിയുമ്പോൾ എയർ കോളം ജസ്റ്റ് മാച്ച് ചെയ്ത് വരും നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട്. അപ്പൊ അതാണ് ഇവിടെയും പറയുന്നത്, റെസൊണൻസ് ആണ്. ആ ഫിനോമിനയുടെ പേര് റെസൊണൻസ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസൊണൻസിന്റെ ഡെഫിനേഷൻ എഴുതി വെക്കുക. ഈ റെസൊണൻസ് എന്താണെന്ന്, ഇതിനുള്ള റീസൺ എന്താണെന്നുള്ള കാര്യങ്ങളും എഴുതി വെക്കുക. അതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളുടെ എയർ കോളം മാച്ച് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് 24 നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് എയർ കോളത്തിലെ നാച്ചുറൽ ഫ്രീക്വൻസി മാച്ച് ചെയ്ത്. സംഭവം മനസ്സിലായോ? ഓക്കെ, ഇത്രയാണോ ഉള്ളത്. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരുന്നത് ഒരു വേവ് ട്രാവൽ ചെയ്യുവാണ്. അറ്റ് സ്പീഡ് എത്രയാണ്? 330 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈൻഡ് ഇറ്റ്സ് എത്രയാണ്? വേവ് ലെങ്ത്. ഓക്കെ, നമുക്ക് ഇൻ 1.1 മീറ്റർ. ഓക്കെ,
അപ്പൊ നമുക്ക് തന്നിരിക്കണ ഈ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കണ എന്തൊക്കെയാ നോക്കിയേ. ഫ്രീക്വൻസി, സ്പീഡ് തന്നിട്ടുണ്ട്, നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ട എന്താണ് ഫ്രീക്വൻസി, അതുപോലെ എന്നുണ്ടെങ്കിൽ എത്ര ഹൗ മെനി വേവ് പാസ് ത്രൂ എ പോയിന്റ്. ഓക്കെ, ഒരു പോയിന്റിലൂടെ എത്ര വേവ്സ് പാസ് ചെയ്യും 3 സെക്കൻഡിനകത്ത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് ഇത്രയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റിനിലേക്ക് തന്നെ പോവാം. നമ്മൾ നോക്കിക്കേ, വാട്ട് ഈസ് ഫ്രീക്വൻസി ആവൃത്തി എത്രയാ. ഓക്കെ, ആവൃത്തി എത്രയാന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഏതാണ്, വി ഈക്വൽ ടു എന്താണ് എഫ് ലാംഡ. അങ്ങനെ എന്നിട്ട് നമ്മൾ എഫിനെ നമ്മൾ അവിടെ നിർത്തിയിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് കിട്ടും, വി ബൈ ലാംഡ. അങ്ങനെ ഇപ്പം 330/1.1 വരും. അതിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 300 ആയിരിക്കും. ഓക്കെ, 300 ഹെർട്സ് അത് നമുക്ക് കിട്ടും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ചോദിച്ചേക്കുന്നത് 3 സെക്കൻഡിൽ ഒരു ബിന്ദുവിലൂടെ അല്ലെങ്കിൽ ഒരു പോയിന്റിലൂടെ എത്ര തരംഗങ്ങൾ കടന്നു പോകുന്നതാണ് ചോദിച്ചത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്കറിയാം എത്രയാണ്, 300 നമുക്ക് അന്നേക്കടെ ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയുടെ കൂടെ ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഇൻറ്റു ടൈം എത്രയാണ്, 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 90 വരും. 900 വരും. സമയം കിട്ടുക 900 വരും. ഇൻറ്റു ഈ 300ന്റെ കൂടെ 3 ഇൻറ്റു ചെയ്താൽ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ടൈം പീരീഡ് കണ്ടെത്താനാണ്. ഓക്കെ, ഇതിന്റെ ടൈം പീരീഡ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ടി ഈക്വൽ ടു എന്താണ്, 1/f ആണ്. therefore 1 എത്രയാണ്, 300 എന്ന് വരും. അപ്പം 1 എത്രയാണ്, 300 വന്നു കഴിഞ്ഞാൽ അതിന് അർത്ഥമാണ് അതായിരിക്കും അതിന്റെ എന്തെന്ന് പറയുന്നത് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0033 സെക്കൻഡ് എന്ന് വരും. സംഭവം കിട്ടിയല്ലോ. ഓക്കെ, ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ ഇതിന്റെ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം വാട്സപ്പ് ഗ്രൂപ്പിനകത്ത്. ഒരു മടിയും കാണിക്കാം. ബൈ.